Dear students, welcome to Hindi Chamber. ഞാൻ ബാബു എൻ പനക്കൽ. ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ 2021 മാർച്ച് സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീയുമായിട്ടാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നിരവധി കുട്ടികൾ കമന്റ് ബോക്സിൽ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എല്ലാം 1 by 1 ആയിട്ട് നോക്കാം. അതിൻ്റെ ആൻസർ എങ്ങനെയാണ് നിങ്ങൾ എഴുതിയതെന്നും എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നും അതിലൂടെ നിങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ നടത്താനായിട്ട് സാധിക്കും. ഈ ചേംബർ കണ്ടിരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും 80 out of 80 അഥവാ ഫുൾ മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇതിലെ ഓരോ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും എങ്ങനെയാണ് എന്ന് ശ്രദ്ധിക്കാം. ആദ്യത്തേൽ സൂചന തന്നിട്ടുണ്ട്. കവിതാംശ പഠേം और 1 से 4 तक के प्रश्नों के उत्तर लिखिए. नीलांबर परिधान हरित तट पर सुंदर है, सूर्यचंद्र युग मुकुट मेखला रत्नाकर है, नदियाम प्रेम प्रवाह फूल तारे मंडन है, बंदी जन खगवृंद शेषफन सिंहासन है, करते अभिषेक ये पयोध है, बलिहारी इस वर्ष की हे मातृभूमि तू सत्य ही സഗുണ മൂർത്തി സർവേഷ് കി. ഇതാണ് തന്നിരിക്കുന്ന ഭാഗം, കവിതാംശം. ഈ കവിതാംശത്തിൽ നിന്നുള്ള ചോദ്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യഹ് കവിതാംശ കിസ് കവിത കാ ഹേ? ഉത്തരം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമി, സപനെ കാ ഭി ഹക്ക് നഹി, കുമുദ് ബേച്ചനെ വാലി ലടുക്കി. ഉത്തരം മാതൃഭൂമി. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ധർത്തി ക പരിധാൻ ക്യാ ഹേ? സൂര്യചന്ദ്ര, നീലാംബർ, ഖഗവൃന്ത്. നീലാംബർ എന്നുള്ളതാണ് അതിന്റെ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കവിനെ മാതൃഭൂമി ക വർണ്ണൻ കിസ് പ്രകാർ കിയാ ഹേ? കവി എപ്രകാരമാണ് മാതൃഭൂമിയെ കുറിച്ച് വർണ്ണിച്ചിട്ടുള്ളത്? 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണത്. അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. മാതൃഭൂമി के हरित तट पर सुंदर नीलांबर का परिधान है, सूर्य और चंद्र मुकुट है और समुद्र करखनी है, नदियां प्रेम के प्रवाह तथा फूल और तारे आभूषण है, पक्षी गण बंदी जन है और शेषनाग का फण सिंहासन है, बादल मातृभूमि का अभिषेक करते हैं. कवि ने मातृभूमि का वर्णन मादा के रूप में किया है. मातृभूमि को ईश्वर की സഗുണ മൂർത്തി ബതായി ഹേ. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഇനി നമുക്ക് അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കവിതാംശക്ക് ആസ്വാദൻ ടിപ്പണി ലിഖീം. ആ കവിതാംശത്തിന് ഒരു ആസ്വാദൻ ടിപ്പണി എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണത്. കവിതാംശക്ക് ആസ്വാദൻ टिप्पणी. वेद युग के सबसे महान कवि है श्री मैथिली शरण गुप्त जी. मातृभूमि की महिमा का वर्णन करते हुए उन्होंने अनेक कविताएं लिखी है, इसलिए उन्हें राष्ट्र कवि माने जाते हैं. ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ പാരഗ്രാഫ് നമ്മൾ എഴുതുക. അതിനുശേഷം मातृभूमि गुप्त जी की देश प्रेम से पूर्ण एक कविता है. इसमें कवि ने मातृभूमि का गुणगान किया है. कवि के मधु में इस मिट्टी के अन्न जल से बनी हुई हमारी देह इस देश की ही संपत्ति है. मातृभूमि के हरित पट पर नीलांबर का सुंदर परिधान है, सूर्य और चंद्र मुकुट समान और समुद्र करखनी है, नदियां प्रेम के प्रवाह है,
फूल और आकाश के असंख्य तारे आभूषण है। पक्षीगण बंदीजन और शेषफण सिंहासन के रूप में है। बादल इसका अभिषेक करते हैं। हे मातृभूमि, तो सत्य ही ईश्वर का साकार रूप है। तेरे इस वेश पर हम ബലിഹാരി ഹേ. ഇത്രയുമാണ് ആസ്വാദന ടിപ്പണിയായിട്ട് ആ കവിതാംശിൽ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ये कथन पढ़ें और बहादुर शाह जफर के ചരിത്ര पर ടിപ്പണി ലിഖീം. അതും 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതും ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 3 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റ് അനുസരിച്ച് വേണം നമ്മൾ എഴുതാനായിട്ട്. दिल्ली वाले मुझको रोते होंगे, वे क्या यह नहीं जानते कि मैं भी उनको रोता हूं. अब हंसे या रोए कोई फायदा नहीं, हमारी कब्र परदेश में बनेगी तय है, लेकिन अभी तो हम लड़की की भीगी हुई कब्र में जिंदा ही दफन है. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിലെ 3 ഹിന്റ് തന്നിട്ടുണ്ട്. ആ ഹിന്റ് അനുസരിച്ചാണ് നമ്മൾ അതിന്റെ ആൻസർ എഴുതേണ്ടത്. अंतिम मुगल सम्राट बहादुर शाह जफर एक धीर वीर एवं प्रजावत्सल शासक थे. कैद खाने में पड़ने पर भी वे हमेशा अपने देश और परिवार की सोच में थे. अपनी बेटी का पत्र आंसू भरी आंखों से बार बार सुनते वक्त उनका मन बेटी और परिवार के प्रति प्यार, दिल्ली के अपने देशवासियों के प्रति प्रेम और सहानुभूति से भरा था. अपने बुरे हाल में चिंतित होने पर भी उनके पत्र में साहस और देश प्रेम का स्वर मुखरित हुआ था. देश को आजाद कराने की तीव्र इच्छा उनके मन में थी. दिल्ली वासियों को वे अपनी जान से अधिक प्यार करते थे. बेटी की दशा पर व्यथित एक कैदी बाप के आत्मालाभ से उनकी मजबूरी प्रकट होती है. ഇതാണ് 6 മാർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എഴുതേണ്ടത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. गद्यांश पढ़ें और 6 से 9 तक के प्रश्नों के उत्तर लिखें. ഈ ഗദ്യാംശം വായിക്കണം. അതിൽ 6 മുതൽ 9 വരെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതണം. ഇത് മേരെ ഭാരതവാസിയോ എന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. അതിൽ അദ്ദേഹത്തിന്റെ അഥവാ ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മളത് പഠിച്ചതാണ്. അതിൽ നിന്നുള്ളതാണ് 6 മുതൽ 9 വരെയുള്ള ചോദ്യം. നമുക്ക് നോക്കാം. भारत की सेवा का अर्थ क्या है? भारत की सेवा का अर्थ है लाखों करोड़ों पीड़ित लोगों की गरीबी और अज्ञानता को मिटाने की सेवा करना. ഇതാണ് അതിന്റെ 1 മാർക്ക് ക്വസ്റ്റ്യന്റെ ആൻസർ. 7ാമത്തെ ക്വസ്റ്റ്യൻ. कब तक हमारा काम खत्म नहीं होगा? जब तक लोगों की आंखों में आंसू है और वे पीड़ित है तब तक हमारा काम खत्म नहीं होगा. ഇതാണ് അതിന്റെ ആൻസർ. 8ാമത്തെ ചോദ്യം. ഖണ്ഡ് കാ സംക്ഷേപൺ കരേം എന്നാണ്. ആ പാരഗ്രാഫ് സംക്ഷേപൺ ചെയ്യുമ്പോൾ അത് ചുരുക്കി എഴുതുക എന്നാണ് അതിന്റെ അർത്ഥം. ഈ പാരഗ്രാഫ് ചുരുക്കി എഴുതിയാൽ പലർക്കും സംശയമുണ്ടാവും അതില് ഒരുപാട് വലുതാക്കി എഴുതിയില്ലെങ്കിൽ എങ്ങനെ 6 മാർക്ക് കിട്ടുമെന്ന്. പക്ഷേ സംക്ഷേപൺ എങ്ങനെ എഴുതിയാലും അതിന് 6 മാർക്ക് കിട്ടിയിരിക്കും. ആ സംക്ഷേപൺ ഇങ്ങനെയാണ് എഴുതേണ്ടത്. സ്വതന്ത്രത मिलने के बाद पहले भारत की गरीबी, अज्ञानता, बीमारी और अवसर की असमानता आदि मिटाने के लिए प्रयत्न करना चाहिए.
भारत के सभी की आंखों से आंसू मिट जाए, जब तक हर एक से आंसू न मिट जाए तब तक हमारा काम खत्म नहीं होगा. ഇത്രയും എഴുതിയാൽ 6 മാർക്ക് കിട്ടും. അടുത്തത് 9ാമത്തെ ചോദ്യമാണ്. ഉചിത് ശീർഷക ലിഖേമെന്നാണ്. ആ പാരഗ്രാഫിന് ഒരു ശീർഷകം കൊടുക്കാം. ശീർഷകം നമുക്ക് എന്ത് വേണേലും കൊടുക്കാം. ഹമാര കർത്തവ്യ എന്ന് വേണേ കൊടുക്കാം, സ്വതന്ത്രത കെ ബാദ് കൊടുക്കാം, ഭാരത് കി സേവ, അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിന്റെ 1 മാർക്ക് ക്വസ്റ്റ്യന് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അടുത്തത് സൂചന പദ് പഠേം ഔർ 10 से 13 तक के प्रश्नों के उत्तर लिखेം എന്നുള്ളതാണ്. അത് മേരേ ലാൽ എന്നുള്ള ആ പദ്യത്തിൽ നിന്ന്, സൂർദാസിന്റെ പദിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സുധ മുഖ് ദേഖി ജസോദ ഫൂലി, ഹർഷിത് ദേഖി ദൂത് കി ദന്തിയാം, പ്രേമ മഗൻ തനു കി സുധി ഭൂലി, ബാഹിർ തേ തബ് നന്ദ ബുലായേ ദേഖവും തൗം സുന്ദർ സുഖദായി എന്ന് തുടങ്ങുന്ന ആ ഭാഗമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. യശോദ കബ് അപ്പനെ ആപ്കോ ഭൂൽ ജാത്തി ഹേ, कृष्ण के दूत के दांत देखकर हर्षित होकर യശോദ അപ്പനെ ആപ്കോ ഭൂൽ ഗയി എന്നാണ് എഴുതേണ്ടത്. 11ാമത്തെ ചോദ്യം. യശോദ ക്യോം ഖുശ് ഹുയി, യശോദ എങ്ങനെ സന്തോഷിച്ചു എന്നാണ്. കൃഷ്ണയ്ക്ക് ദൂതക്ക് ദന്തിയാം ദേഖക്കർ യശോദ ഖുശ് ഹുയി എന്നായി എഴുതിയാൽ മതി. അപ്പോഴതിന് 1 മാർക്ക് ലഭിക്കും. അടുത്തത് 12ാമത്തെ ചോദ്യം. യശോദ നന്ദ് കോ ബുലാക്കർ ക്യാ ദൃശ്യ ദേഖ്നെ കോ कहती है, ഇതാണ് 12ാമത്തെ ചോദ്യം. सुंदर और सुखदायक कृष्ण के मुख को देखने को कहती है, ഇതാണ് ആ 1 മാർക്കിന്. ഇത്രയും എഴുതിയാൽ മതി. 13ാമത്തെ ചോദ്യം. പദ് പഠേം ഔർ ഭാവാർത്ഥ ലിഖേം, ആ പദ് വായിക്കണം, അതിനുശേഷം അതിന്റെ ഭാവാർത്ഥം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. सूरदास कृष्ण भक्ति शाखा के प्रमुख कवि है. उनके पद सूर सागर में संग्रहित है. व्रज भाषा में रचे गए सूर के पदों में विनय, वात्सल्य, बाललीला और माधुर्य, भक्ति का सुंदर चित्रण मिलता है. इन पदों में शांत, वात्सल्य एवं श्रृंगार रसों का परिपाक हुआ है. यह हम कृष्ण की बाल लीला का एक पद है जो सूर सागर से लिया गया है. पुत्र कृष्ण की क्रीड़ाओं को देखकर यशोदा एवं नंद की प्रफुल्लता का वर्णन हुआ है. पुत्र के मुख को देखकर यशोदा हर्ष से प्रफुल्ल हो उठी. कृष्ण के दूत के दांत देखकर वे प्रसन्न हो गई. कृष्ण के प्रेम में निमग्न होकर शरीर की सुधबुध भूल गई. उन्होंने तब बाहर से नंद को बुलाया और कहा कि सुंदर और सुखदायक कृष्ण के मुख को देखो तो, छोटे छोटे से दूध के दांतों को देखिए और अपने नेत्रों को सबल कीजिए. तब प्रसन्न होकर नंद आए और पुत्र के मुख को देखकर उनके दोनों नेत्र तृप्त हो गए. सूरदास जी कहते हैं कि नंद ने किलकारी मारते हुए कृष्ण के दांतों को देखा तो ऐसा लगा कि कमल पर बिजली उग आई हो. बालक कृष्ण की रूप छवि का हृदयहारी वर्णन यहाँ हुआ है. ब्रजभाषा में रचित इस पद में വാത്സല്യ രസ का പരിപാക हुआ है. ഇത്രയുമാണ് 6 മാർക്കിന് വേണ്ടി നമ്മൾ എഴുതേണ്ട ഭാവാർത്ഥം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. जीवन वृत्त पढ़ें और हिमांशु जोशी के बारे में एक अनुच्छेद लिखें. ഈ സെയിം ക്വസ്റ്റ്യൻസ് നമ്മൾ യൂട്യൂബിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇവിടെ ഒരു ബോക്സിൽ ജീവൻ വൃത്ത് തന്നിട്ടുണ്ട്. ആ ജീവൻ വൃത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് ഒരു പാരഗ്രാഫായിട്ട്, ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഹിമാൻസു ജോഷിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതണം. ഇതിലെ പോയിന്റ്സുകൾ മാത്രം നമ്മൾ സൂചിപ്പിച്ചാൽ മതിയാകും. അപ്പോൾ 6 മാർക്ക് ഉണ്ടല്ലോ എന്ന് കരുതി ഒരുപാട് വലുതായിട്ട് എഴുതേണ്ട ആവശ്യമൊന്നും ഇല്ല. കറക്റ്റായിട്ട് അതിന്റെ ആൻസർ മാത്രം നമ്മൾ എഴുതിയാൽ മതിയാവും. हिमांशु जोशी हिंदी के बहुमुखी प्रतिभावान रचनाकार है. उनके सबसे प्रसिद्ध रचना है सूरीनाम में पहला दिन. यही एक यात्रा विवरण है. हिंदी के लगभग सभी विधाओं में उन्होंने अपनी लेखनी चलाई. उत्तराखंड में 1935 को उनका जन्म हुआ. पत्रकारिता तथा आकाशवाणी के क्षेत्र में उन्होंने कार्य किया. यात्राएं नॉर्वे, सूरज चमके आधी रात आदि उनके श्रेष्ठ യാത്രാ വൃത്താന്ത് ഹേ. അടുത്ത നമുക്ക് 15ാമത്തെ ചോദ്യം നോക്കാം. बेटी के आंसू नामा ने बादशाह के मन को विचलित कर दिया. बादशाह को दिन की डायरी में इसका जिक्र करते हैं. कल्पना करके वो डायरी तैयार करें. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിന് കുറച്ച് ഹിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ദേശപ്രേം, दिल्ली वासियों के प्रति आकुलता, परिवार वालों की सोच, खत पढ़ने पर ഉൽപ്പന്ന ദർദ്, ഇത്രയും ആണ് ഹിന്റുകൾ. ഈ 4 ഹിന്റ് അനുസരിച്ചാണ് ആ 8 മാർക്കിന്റെ ആൻസർ നമ്മൾ എഴുതേണ്ടത്. നമുക്ക് ആ ഡയറി എങ്ങനെയായിരിക്കണം എന്ന് നോക്കാം. ഡയറി എഴുതുമ്പോൾ ഒരു പേജ് ഫുൾ എഴുതണം. രണ്ടാമത്തെ കാര്യം, ഒരു ബോക്സ് വരയ്ക്കണം. ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് ഫുള്ളായിട്ടുള്ള വലിയ ബോക്സ് ആണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ താരീഖ്, വലതുവശത്ത് ദിൻ എന്നും കൂടെ എഴുതുക. എന്നിട്ട് എഴുതി തുടങ്ങേണ്ടത് ഇങ്ങനെയാണ്: आज का दिन आंसू से भरा था, बेटी का पत्र बार बार सुनने पर भी मन न भरा, आंखों से आंसू का प्रवाह है, उसमें बेटी का चेहरा उभर आता है. अपनी बेटी की ये बुरी हालत कब कदम हो जाएगी? क्या एक बार भी मैं उसे देख सकूं? पता नहीं. दिल्ली वाले मेरे बारे में सोचकर रोते हैं. उनके बारे में सोचकर मैं भी यहां तड़प तड़प कर रहता हूं. हे मेरे देश और प्रियजनों, मैं इस कैद से तुम्हें कैसे बचाऊं? अशक्त, बूढ़ा और कैदी मुझसे क्या होगा? मेरी मजबूरी पहचान कर भारत के लिए सिर झुकाता हूं. बेटी के लिए लिखा पत्र अब भी जेब में है. कल ही किसी भरोसे के आदमी के पास भेज दूं, पर किस पर विश्वास करूं? मेरा अंतिम समय निकट है. शायद अंतिम शब्द होंगे. यह पत्र मेरी बेटी जरूर पढ़े. किसी एक दिन स्वतंत्रता साकार हो जाएगी. उस दिन सब ही ठीक हो जाएगा. ഇതാണ് ബഹാദൂർ ഷാ ജഫറിന്റെ ആ ഡയറി. ഇത്രയും എഴുതിയാൽ 8 മാർക്ക് ലഭിക്കും. അടുത്ത നമുക്ക് 16ാമത്തെ ചോദ്യം നോക്കാം. അതിനു മുമ്പ് ഒരു സൂചനയുണ്ട്. कवितांश पढ़े और 16 to 19 तक के प्रश्नों के उत्तर लिखे. ആ കവിതാംശ മാതൃഭൂമിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. കവിതാംശതാണ്: हे मातृभूमि तुझको निरख मग्न क्यों न हो मोद में, पाकर तुझसे सभी सुखों को हमने भोगा, तेरा प्रत्युपकार कभी क्या हमसे होगा, तेरी ही यह देह तुझी से बनी हुई है, बस तेरी ही सूरज साग से सनी हुई है, फिर अंत समय तू ही इसे
അച്ചാൽ ദേഖ് അപ്പനായേഗി ഹേ മാതൃഭൂമി ഏ ഹംദുമേം തുച്ഛമേം ഹി മിൽ ജായേഗി. ഇതാണ് ആ പാരഗ്രാഫ്. 16ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 16ാമത്തെ ചോദ്യം ഇതാണ്. ഹർഷ ശബ്ദ ക സമാനാർത്ഥി ശബ്ദ ഹേ ഡാഷ്. ഹർഷ എന്ന ശബ്ദത്തിന് സമമായിട്ടുള്ള അർത്ഥം ഏതാണ്? ഒരു വേഡ് ഏതാണ്? ബ്രാക്കറ്റിൽ മോദ്, നിരഖ്, മഗ്ന്. നിങ്ങൾ എഴുതേണ്ടിയിരുന്നത് മോദ് എന്നായിരുന്നു. 17ാമത്തെ ചോദ്യം. തുച്ഛമേ ഹി മിൽ ജായേഗി യഹാം തുച്ഛമേം സേ ക്യാ താൽപര്യ ഹേ. തുച്ഛമേം എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ്? മാതൃഭൂമിയും എന്നാണ് അതിന്റെ ആൻസർ. അടുത്തത് 18ാമത്തെ ചോദ്യം. तेरा प्रत्युपकार कभी क्या हमसे होगा कभी ऐसा क्यों सोचते हैं. 1 मार्क क्वेश्चन ആണ്. मादा के समान मातृभूमि की सेवाएं भी निस्वार्थ है. उसके त्याग का प्रत्युपकार करना असंभव है. इसलिए कभी ऐसा सोचते हैं. ഇതാണ് അതിന്റെ ആൻസർ. കവിതാംശ ആശയ ലിഖേ. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആ തന്നിരിക്കുന്ന കവിതാംശത്തിന്റെ ആശയം എഴുതുക എന്നുള്ളതാണ്. हे मातृभूमि तेरी ही कृपा से हमने इतने सुखों का आस्वादन किया. क्या हम तेरे इस उपकार के बदले तेरे के लिए कुछ कर सकते हैं? ये शरीर तो तुझी से बना हुआ है. तेरी ही देन है. तेरी ही रस भरे तत्वों के मेल से इसकी रचना हुई है. आखिर जब इस शरीर को छोड़कर प्राण चले जाते हैं तब तू ही इसको अपनाती है और अपने में मिल लेती है. भाव यह है कि जिस मातृभूमि से हमारा जन्म होता है उसी में हमारा पालन पोषण होता है और अंत में उसी की मिट्टी में हम मिल भी जाते हैं. हमारा शरीर पंचभूतों से बना है जो मृत्यु के बाद उसी में मिल जाता है. ഇതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടിയിരുന്നത്. 20ാമത്തെ ചോദ്യം മുതൽ 38ാമത്തെ ചോദ്യം വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അത് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2021 പാർട്ട് 2 എന്ന് പറഞ്ഞ് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പമുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിലെ 2ാമത്തെ പാർട്ട് അപ്ലോഡ് ചെയ്താൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.